ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ യാത്ര ഗാലയിലേക്കാണ്. ബുള്ളറ്റ് ട്രെയിനിനാണ് പോകുന്നത്. ട്രെയിൻ 2-3 ദിവസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ മമ്മി ഉണ്ടാവും. നാട്ടിൽ നിന്ന് മമ്മി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഇരുന്നു. പിന്നെ ഇവിടുന്ന് ഗാലയിലേക്ക് ഒരു 1.5 മണിക്കൂറാണ് ബുള്ളറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്യേണ്ടത്. പിന്നെ എത്താറാവുന്ന സമയം തൊട്ടേ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. ഗാല ഒരു സ്നോ റിസോർട്ടാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും നമ്മൾ കരുതേണ്ടതാണ്. നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല. എന്നിരുന്നാലും അവിടെ ഡ്രസ്സും ബൂട്ട്സും എല്ലാവരും അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ റെൻ്റലായിട്ടും കിട്ടും. നമ്മൾ റെൻ്റലായിട്ടാണ് എടുത്തത്. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ കഴിയുന്നതും ഡ്രസ്സും ബൂട്ട്സും ഗ്ലൗസൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം റെൻ്റൽ ആണെങ്കിലും നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. അതുപോലെ നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സും നമ്മുടെ ബാഗേജും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കറും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമ്മളൊരു ലോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ബാഗും ബാക്കി ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നീട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ റോപ്പ് കാറിലേക്ക് കയറി. ഇവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് റോപ്പ് കാറിൻ്റെ അടുത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നേരെ റോപ്പ് കാറിലേക്ക് കയറി റിസോർട്ടിനടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബോർഡ് കണ്ടില്ലേ, സ്നോ ബോർഡും പിന്നെ സ്കീയിങ് ചെയ്യണ ആ സംഭവമൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് റെൻ്റലായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഗാല 2 ലെവലിലായിട്ടാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. നമ്മുടെ ഈ റോപ്പ് കാർ ആദ്യം ചെന്ന് ചേരുന്നിടത്താണ് ഫസ്റ്റ് ലെവല്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത റോപ്പ് കാറിൽ കയറിയിട്ട് 2ാമത്തെ ലെവലിലേക്കും പോകാൻ പറ്റും. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മുകളിലേക്ക് പോകും തോറും നമുക്ക് കുറേ വൈഡായിട്ടുള്ള വിഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ സൈഡിൽ കൂടെ പോകുന്ന റോഡും ഒക്കെ നമുക്ക് ഭയങ്കര രസമാണ് ഇവിടുന്ന് കാണാൻ. അങ്ങനെ ഒരു 20-25 മിനിറ്റ് ഇരുന്നപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മഞ്ഞിൽ തെന്നി വീഴാതിരിക്കാൻ വാക്കിംഗ് സ്റ്റിക്കൊക്കെ കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ലോകമാണ്. അങ്ങനെ ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് മഞ്ഞിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ കുറേ സ്നോ ബോർഡും സ്കീയിങ് ബോർഡൊക്കെ കണ്ടില്ലേ. ഇവരെല്ലാവരും മഞ്ഞിൽ കളിച്ച് ക്ഷീണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ സ്കീയിങ്ങിനും സ്നോ ബോർഡിനൊക്കെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഡേയ്സ് ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ നന്നായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഇതൊന്നും അറിയാണ്ട് നമ്മളൊരു സ്നോ ബോർഡ് വാങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ ഐസിലെ ആക്ടിവിറ്റീസ് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇവിടെ സ്ഥിരമായിട്ട് സ്കീയിങ്ങിന് വരുന്ന ആളുകളായിരിക്കും കൂടുതൽ. അതിൽ കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ളവർ വരെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചുമ്മാ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ബുദ്ധിമുട്ടാണ്, ട്രെയിനിങ് ഇല്ലാണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിനുള്ള ടൈം ഉണ്ടായില്ലാത്തതുകൊണ്ട് നമ്മളത് തൽക്കാലത്തേക്ക് വിട്ടിരിക്കുകയാണ്. കുറേ നേരം ഐസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മുഴുവനും തണുക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഇവിടെ കൂടുതലും ഐസ്ക്രീം ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഈ തണുപ്പത്തും ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതുപോലെ നമ്മൾ നല്ല ഹോട്ട് ഫുഡാണ് ഓർഡർ ചെയ്തത്. അതും ഈ സ്കേറ്റിംഗ് ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ നല്ല ഒരു ഫീലായിരുന്നു അവിടെ. ഇവിടെ നിന്നാണ് മലയുടെ അടുത്ത തട്ടിലേക്ക് പോകുന്നത്. ആ മലയുടെ മുകളിൽ നിന്നാണ് ഇവർ ഈ ആക്ടിവിറ്റി ചെയ്ത് ഇറങ്ങി വരുന്നത്. പക്ഷേ ഈ ഒരു റോപ്പ് വേക്ക് അടച്ചുറപ്പൊന്നുമില്ല, ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയില്ല. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഈ ആക്ടിവിറ്റി ആയിരുന്നു. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ബോർഡ് കിട്ടും.
ഒരു സ്ലൈഡ് ചെയ്യണ ഒരു ബോർഡ്. അവിടെ ഇടയിൽ സ്നോമാനെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ ബോർഡിൽ കയറിയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി പോവാം. അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ തവണ ചെയ്തു നോക്കി. മഞ്ഞിൽ കുറേ നേരം ഇരുന്നപ്പോൾ പിന്നെയും തണുക്കാൻ തുടങ്ങി. വീണ്ടും വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. അവിടുന്ന് ഒരു സൂപ്പൊക്കെ കഴിച്ചപ്പോഴേക്കും മൊത്തത്തിലൊന്ന് ചൂടായി. കുറച്ചും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോപ്പ് കാറിൽ കയറി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.